ആലപ്പുഴ പറവൂരിൽ കവർച്ചയ്ക്കെത്തിയത് മണികണ്ഠൻ തന്നെയാണോ എന്നുറപ്പിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. മോഷ്ടാവിന് മണികണ്ഠനുമായി സാദൃശ്യമുണ്ടെന്ന് കവർച്ചക്കിരയായ യുവതി പറഞ്ഞു. മണികണ്ഠനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. സന്തോഷ് സെൽവത്തോടൊപ്പം പിടിയിലായ മണികണ്ഠൻ സംഘത്തിൽ ഉൾപ്പെട്ടയാളല്ല എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി ആലപ്പുഴ നഗരത്തിലുണ്ടായ മോഷണ ശ്രമവും പോലീസ് പരിശോധിക്കും. ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഏഷ്യ മാത്യു ചേർന്നുണ്ട്. മനീഷ്, ഈ പോലീസ് ഇന്ന് സന്തോഷ് സെൽവത്തിനായി കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. എന്താണ് പോലീസിന്റെ നിലവിലെ ഒരു വിലയിരുത്തൽ? ഈ നേരത്തെ വന്ന മോഷണങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? ഒപ്പം ഇവർ കുറുവാ സംഘാംഗങ്ങളാണെങ്കിൽ മറ്റ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള സംഘാംഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? സേതുലക്ഷ്മി, ഇവർ കുറുവാ സംഘം തന്നെയാണ് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ഡിവൈഎസ്പി സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. ഇന്നും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ സന്തോഷ് സെൽവത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡിൽ വാങ്ങിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രധാനമായിട്ടും ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 14 വരെയുള്ള സംഘങ്ങളാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം. അങ്ങനെയെങ്കിൽ ബാക്കി അംഗങ്ങൾ എവിടെ എന്നുള്ള കാര്യത്തിലാണ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് അതിൽ ഈ സന്തോഷ് സെൽവത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ സന്തോഷ് സെൽവൻ തന്നെ നേരത്തെ സംബന്ധിച്ചോളം തന്നെ അദ്ദേഹം ഏകദേശം ഒരു 30ഓളം കേസുകളിലെ പ്രതിയായിട്ടുള്ള ആളാണ്. തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ കേരള പോലീസും ഒക്കെ പലതവണ ചോദ്യം ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ അയാളെ ബ്രേക്ക് ചെയ്ത് കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്താൻ പോലീസിന് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യങ്ങളോട് കൃത്യമായി സഹകരിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്ന മണികണ്ഠനുമോ ഈ കുറുവാ സംഘവുമായി തന്നെ ബന്ധമില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പം ഡിവൈഎസ്പി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ മണികണ്ഠനോട് സാദൃശ്യമുള്ള ആളാണ് പറവൂരിൽ മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് അവിടെ ഈ മോഷണത്തിനിരയായ സ്ത്രീ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഇയാളുമായിട്ടുള്ള ഒരു പങ്ക് പോലീസ് ഇപ്പോൾ കൂടുതലായി പരിശോധിച്ച് വരുന്നുണ്ട്. മാത്രമല്ല ചോദ്യം ചെയ്യലിൽ ഈ മണികണ്ഠനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ ചോദ്യങ്ങളോട് കൃത്യമായ രീതിയിൽ മണികണ്ഠൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മണികണ്ഠനെയും കൂടുതൽ ചോദ്യം ചെയ്യും. മണികണ്ഠനെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മണികണ്ഠൻ്റെയും അറസ്റ്റ് അധികം വൈകാതെ തന്നെ രേഖപ്പെടുത്തുന്നതായിരിക്കും. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണ്ണഞ്ചേരി ഭാഗത്ത് മോഷണം നടത്തിയത് സന്തോഷ് സെൽവമാണ് സ്ഥിരീകരിക്കുമ്പോഴും പുന്നപ്പുറ ഭാഗത്ത് മോഷണം നടത്തിയത് മറ്റൊരാളെന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട്. ഇവിടെ പിടിയിലായിരിക്കുന്ന സന്തോഷ് സെൽവത്തിന് 25 വയസ്സാണുള്ളതെങ്കിൽ പുന്നപ്പുറയിൽ മോഷണം നടത്തിയ ആൾ ഒരു പ്രായമേറിയ ആളാണ്. ഇവരുടെ ഈ സംഘത്തിൽ കുറുവാ സംഘത്തിൽ പ്രായമായവരും പ്രായം കുറഞ്ഞവരുമായിട്ടുള്ള വിവിധ പ്രായ പരിധിയിലുള്ളവരുണ്ട്. അതിൽ മുതിർന്ന ആളാണ് പുന്നപ്പുറയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാളുമായി ഈ സംഘടനത്തിന് ഏർപ്പെട്ട ആളും പറഞ്ഞത് ഒരു പ്രായമായ വ്യക്തി എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അതാരാണ് എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള സന്തോഷ് സെൽവത്തിനെ കൂടാതെ ഒരു 2ാം പ്രതിയുണ്ട്. ആ 2ാം പ്രതിയെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അയാളുടെ അറസ്റ്റും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ പുറത്തുള്ള, അതായത് ഈ മണികണ്ഠനെയും അതുപോലെ തന്നെ സന്തോഷ് സെൽവത്തിനെയും ഉൾപ്പെടെ 14 പേരെങ്കിൽ ഇനിയും പുറത്തുള്ളത് 12 പേരാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സേതുലക്ഷ്മി. ശരി മനീഷ്, വ്യക്തമാണ്. കുറുവാ സംഘാംഗങ്ങളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം.